ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ സ്റ്റഡി വിത്ത് മ്യൂസിക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പ്രാക്ടിക്കൽ എക്സാം മോഡൽ കഴിഞ്ഞു കേട്ടോ. ഈ ഫ്രൈഡേയും സാറ്റർഡേ ആയിട്ടാണ് കഴിഞ്ഞത്. ഫ്രൈഡേ കെമിസ്ട്രിയും ഫിസിക്സും, സാറ്റർഡേ മറ്റേ സുവോളജി, ബോട്ടണി, അതുപോലെ മാത്സ്. ഇത് മൂന്നെണ്ണം ആയിരുന്നു സാറ്റർഡേ. അതുകൊണ്ടാണ് എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ഇടാൻ പറ്റാത്ത. ഏതാണ്ടൊരു 5 ദിവസമായി നമ്മൾ ലോങ് വീഡിയോ ഇട്ടിട്ട്. ഷോർട്സ് ഞാൻ 2-3 ഇട്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്, അല്ലാതെ ലോങ് ഇട്ടിട്ട് ഒരു 5 ദിവസമായിട്ട് ഉണ്ട്. അപ്പം ഫിസിക്സിൻ്റെ കാര്യം ആദ്യം പറയാം. ഫിസിക്സിൻ്റെയും പ്രാക്ടിക്കലൊക്കെ എളുപ്പമായിരുന്നു. ശരിക്കും എല്ലാത്തിൻ്റെയും പ്രാക്ടിക്കൽ എളുപ്പമാണ് കേട്ടോ. ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ടൊക്കെയാണ് പോയേ. ഇങ്ങനെയാവും ഓക്കെ, നമുക്ക് ഈ കേട്ടുള്ള അറിവല്ലേ ഉള്ളൂ, ഈ പ്രാക്ടിക്കൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. അപ്പം ഞാൻ കുറച്ച് ടെൻഷൻ അടിച്ചിട്ടാണ് പോയത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാം നേരത്തെ ചെയ്ത് തീർക്കാൻ പറ്റി. 3 മണിക്കൂറാണ് നമുക്ക് എല്ലാത്തിനും. സുവോളജിക്ക് 1.5 മണിക്കൂർ, ബോട്ടണിക്ക് 1.5 മണിക്കൂർ, ബാക്കി എല്ലാത്തിനും 3 മണിക്കൂറാണ്. അപ്പം എല്ലാം നേരത്തെ ചെയ്ത് തീർത്തു കേട്ടോ. ബോട്ടണി ആയാലും സുവോളജി ആയാലും എല്ലാം സമയത്തിന് മുമ്പേ തീർത്തു. പിന്നെ മാത്സ് ഒക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു ബാക്കി. അതിൻ്റെ ഓരോന്നിൻ്റെയും കാര്യം ഞാൻ പറയാം. മാത്സിൻ്റെ ആദ്യം പറയാം. മാത്സിന് എനിക്ക് കിട്ടിയ ലാബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 ലാബ് കിട്ടി. അതിലേതെങ്കിലും 4 നമ്മൾ ചെയ്താൽ മതി. അപ്പം ഞാൻ ചെയ്തത് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിൻ്റെ ചെയ്തു, പിന്നെ ഫംഗ്ഷൻ്റെ ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ് ചെയ്തു, അതുപോലെ ആ ഒരു ഫംഗ്ഷൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അത് ചെയ്തു, പിന്നെ ഇത് ഇൻക്രീസിങ് ഡിക്രീസിങ് ഒക്കെ ചെയ്തു, പിന്നെ LPP ചെയ്തു. 6 എണ്ണമാണ് ടോട്ടൽ ഉള്ളത്. ഞാൻ ആദ്യം 4 എണ്ണം ചെയ്തിട്ട് ബാക്കി ചെയ്യുകയും ചെയ്തു കേട്ടോ. ബാക്കി 2 എണ്ണവും ചെയ്തു. ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ ഇടയ്ക്ക് ഇറങ്ങിപ്പോകാനൊന്നും പറ്റത്തില്ല. നമുക്ക് ചെയ്ത് കഴിഞ്ഞവർക്ക് ഇറങ്ങിപ്പോകാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എത്ര നേരം എന്തായാലും ഇവിടെ ഇരിക്കണം, അപ്പോൾ ബാക്കിയും കൂടെ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തു. അപ്പോൾ അതിനകത്ത് ഇച്ചിരി പാടുണ്ടായിരുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് ആണ്. അതിനകത്തിൽ എനിക്ക് ടാൻജൻറ്റിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചിട്ട് കുറച്ച് അതിൻ്റെ പെക്യുലാരിറ്റി ഒക്കെ എഴുതാനുണ്ടായിരുന്നു. അപ്പോൾ അതെനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് അത് ടീച്ചറിൻ്റെ അടുത്ത് സഹായം ചോദിച്ചു. അല്ലാതെ ബാക്കിയെല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്തു. അത് ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആയിട്ടാണ് എഴുതിയത്. മാത്സ് ആയതുകൊണ്ട് ജസ്റ്റ് എല്ലാം ഒന്ന് അറ്റൻഡ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. കാരണം എന്താണ് എവിടെയാണ് തെറ്റ് വരുന്നതെന്നൊന്നും പറയാനൊക്കത്തില്ല. അതുകൊണ്ട് പിന്നെ അങ്ങനെ മാത്സ് അങ്ങനെ പോയി. ഒരു 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ എൻ്റെ 4 എണ്ണം ചെയ്ത് തീർത്തിട്ട് പിന്നെ ലാസ്റ്റ് വരെ മറ്റേ ബാക്കി 2 എണ്ണം കൊണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ബാക്കി 2 കുറച്ച് പാടുള്ളത്, അതിൽ ഏറ്റവും എളുപ്പമുള്ളതാണ് ചെയ്തത്. പിന്നെ ഫിസിക്സിൻ്റെ ആണെങ്കിൽ എനിക്ക് പാരലലോഗ്രാം ലോ ആണ് കിട്ടിയത്. പിന്നെ ഇത് കോൺകേവ് മിററും. ഇത് ഇത്രയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അത് 2 എളുപ്പമായിരുന്നു. 3 മണിക്കൂറിൽ ഒരു 1.5 മണിക്കൂർ കൊണ്ട് അതും ചെയ്തിട്ട് പിന്നെ കുറേ നേരം ചുമ്മാ ഇരുന്നു. എന്നിട്ട് ബാക്കിയുള്ളവർ ചെയ്യുന്നതൊക്കെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരുന്നു. പിന്നെ കെമിസ്ട്രി ആണെങ്കിൽ എനിക്ക് സോൾട്ട് ആണ് ആദ്യം കിട്ടിയത്, പിന്നെയാണ് വോളിമെട്രി ചെയ്യുന്നത്. അപ്പം ആദ്യം നമ്മൾ കയറി ചെന്നിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത് പ്രിൻസിപ്പളും പ്രൊസീജിയറും വോളിമെട്രിയുടെ എഴുതി കാണിക്കാൻ. അത് എഴുതി കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്റ്റാർട്ട് ചെയ്യാം. പകുതി പേര് സോൾട്ട് ചെയ്യണം, പകുതി പേര് വോളിമെട്രി ചെയ്യാൻ പറഞ്ഞു. അപ്പം എനിക്ക് ആദ്യം സോൾട്ടാണ് കിട്ടി. എനിക്ക് കിട്ടിയ സോൾട്ട് ബേരിയം അസറ്റേറ്റ് ആയിരുന്നു. അത് അസറ്റേറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് കിട്ടി. പക്ഷേ എനിക്ക് വിനാഗിരിയുടെ സ്മെല്ല് കിട്ടിയില്ല. അതുകൊണ്ട് സ്മെല്ല് ചില സമയത്ത് ഇങ്ങനെ കിട്ടത്തില്ല, ഉണ്ടെങ്കിൽ അസറ്റേറ്റ് ആണെങ്കിൽ പോലും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോയിട്ട് ന്യൂട്രൽ ഫെറിക്ലോറൈഡ് ഒഴിച്ച് കഴിഞ്ഞപ്പം ഡീപ്പ് റെഡ് കളർ കിട്ടിയപ്പോഴാണ് അസറ്റേറ്റ് ആണെന്ന് കൺഫേം ആയത്. അപ്പം ഞാൻ ആദ്യം കൺഫർമേറ്ററിൽ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്തിട്ട് കിട്ടാത്തതുകൊണ്ട് അത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അസറ്റേറ്റ് ആണെന്ന് മനസ്സിലായി. ഇല്ലെങ്കിൽ ഞാൻ ക്ലോറൈഡിൻ്റെ ടെസ്റ്റ് എടുത്ത് ചെയ്തേനെ. അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അസറ്റേറ്റിൻ്റെ ആ ഒരു കൺഫർമേറ്ററി ടെസ്റ്റോടെ ചെയ്യണം കേട്ടോ. കാരണം ഡീപ്പ് റെഡ് കളർ ചിലപ്പോൾ കിട്ടുവാമാണ്, നമുക്ക് ശരിക്കും കിട്ടാത്തതുകൊണ്ടാണ്. പിന്നെ വോളിമെട്രി ഞങ്ങൾക്ക് വെച്ചിരുന്നത് KOHൻ്റെ H2SO4ൻ്റെ. അത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പ്രിൻസിപ്പളും പ്രൊസീജിയറും എഴുതി സാറിൻ്റെ കൊടുത്ത് ടിക്ക് വാങ്ങിച്ച് എന്നിട്ടാണ് ബാക്കി ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒന്നും മാർക്ക് ഇട്ട് തന്നില്ല. വൈവയുടെ ക്വസ്റ്റ്യൻ ചോദിക്കാത്തതുകൊണ്ടായിരിക്കും മാർക്ക് ഇട്ട് തന്നില്ല. നമുക്ക് ടിക്കറ്റ് തന്നേ ഉള്ളൂ ശരിയായിട്ടുള്ളതിനല്ല. അപ്പം ചെയ്തതെല്ലാം കറക്റ്റായിരുന്നു. പിന്നെ സുവോളജി ആണെങ്കിൽ ഞങ്ങൾക്ക് ഹിഞ്ച് ജോയിൻ്റ് ആണ് വെച്ചത്. ഹിഞ്ച് ജോയിൻറ്റും പിന്നെ ലീച്ച് വെച്ചു, ഫ്രോഗ് വെച്ചു, ആസ്കാരിസ് വെച്ചു, മറ്റേ ഡിസീസ് കോസിങ് ഓർഗാനിസമിൽ ആസ്കാരിസ് വെച്ചു. പിന്നെ TS ഓഫ് ടെസ്റ്റിസ് വെച്ചു, കാർഡിയാക് മസിൽ വെച്ചു. ഞങ്ങൾക്ക് തന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഓർ ആൽബുമിൻ അതാണ്. പിന്നെ ആ ഒരു ശീക്ക് എപ്പിത്തീലിയം ചെയ്യാനുണ്ടായിരുന്നു. വിസറ ഓഫ് ഫ്രോഗാണ് വരയ്ക്കാൻ തന്നത്. പിന്നെന്താ, പിന്നെ വേറെ ഒന്നുമില്ലല്ലോ അല്ലേ. പിന്നെ ബോട്ടണി ആണെങ്കിൽ എനിക്ക് ബോട്ടണി ആയിരുന്നു ഡൈക്കോട്ട് സ്റ്റെം ആണോ മോണോക്കോട്ട് സ്റ്റെം ആണോ അല്ലെങ്കിൽ മോണോക്കോട്ട് റൂട്ട് ആണോ എന്ന് കണ്ടുപിടിക്കാൻ കുറച്ച് പാടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയത് ഡൈക്കോട്ട് സ്റ്റെം. അത് ഈ നമ്മൾ സെക്ഷൻ എടുത്ത് കഴിയുമ്പം ഞാനൊരു 3 സെക്ഷൻ എടുത്ത് ഞാൻ 3 വട്ടം പോയി നോക്കി. ആദ്യത്തേത് പോയി നോക്കി കഴിഞ്ഞപ്പം വാസ്കുലർ ബണ്ടിലെല്ലാം ഇങ്ങനെ ഗ്രൗണ്ട് ടിഷ്യൂനകത്തിൽ ഇങ്ങനെ ചെതറി കിടക്കുക. അപ്പം ഞാൻ വിചാരിച്ചു മോണോക്കോട്ട് സ്റ്റെം ആയിരിക്കുന്നു. അത് കഴിഞ്ഞ് ഒന്നുകൂടെ കൺഫേം ചെയ്യണമല്ലോ. അതുകൊണ്ട് ഒന്നുകൂടെ നോക്കി കഴിഞ്ഞപ്പം കറക്റ്റ് ഒരു 5-6 വാസ്കുലർ ബണ്ടിൽ ഇങ്ങനെ ചുറ്റിനും കിടക്കുന്നു. ചുറ്റിനെന്ന് വെച്ചാൽ ഒരു റിങ്ങിൻ്റെ ചുറ്റിനും അറേഞ്ച് ചെയ്ത പോലെ ആ ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ സെയിം ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ സംശയം വന്നു. അപ്പോൾ ഒന്നുകൂടെ ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ വീണ്ടും ഡൈക്കോട്ട് സ്റ്റെമ്മിൻ്റെ പോലെ തന്നെയാണ് കിട്ടിയത്. ഒന്ന് ഡൈക്കോട്ട് സ്റ്റെം എന്ന് എഴുതി, അത് കറക്റ്റാണ്.
പിന്നെ ബോട്ടണി, മാത്സ്, ഫിസിക്സ് ഒക്കെ, മാത്സ് അല്ല, ബോട്ടണി, ഫിസിക്സ്, കെമിസ്ട്രി അപ്പം തന്നെ പേപ്പർ തന്നു. ബാക്കി സുവോളജി, മാത്സും ഇപ്പം ഇനി നാളെ കിട്ടും. നാളെ ഞങ്ങൾക്ക് മൺഡേ തന്നെ ഇത് കിട്ടും, നമ്മുടെ ഹോൾ ടിക്കറ്റ് തരും. അപ്പം മൺഡേ തരും. എന്നിട്ട് ഞാനത് പറ്റുവാണെങ്കിൽ ചിലപ്പോൾ വീഡിയോ ഇടാം. ഓക്കെ. അപ്പം പിന്നെ എന്തുവാ, പിന്നെ നമുക്ക് മാത്സ് പറഞ്ഞു, കെമിസ്ട്രി പറഞ്ഞു, ഫിസിക്സ് പറഞ്ഞു, സുവോളജി പറഞ്ഞു. ഇനി ബോട്ടണിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഡൈക്കോട്ട് സ്റ്റെം, പിന്നെ CSF ആന്തർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതാ ചെയ്യാൻ തന്നെ, ബയോ റിയാക്ടർ ഐഡൻറ്റിഫൈ ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ ഓസിലേറ്റോറി തന്നു. പിന്നെ ലൈക്കൺ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മൈറ്റോസിസ് അല്ല, മെറ്റാഫേസ് തന്നു. അതത്രയാണ് ഞങ്ങൾക്ക് നോക്കി കണ്ടുപിടിക്കാനുണ്ടായിരുന്നത്. അതിനകത്തും കൺഫ്യൂഷൻ വരുന്നതായിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ആകപ്പാടെ എനിക്ക് സുവോളജി കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത്, കാർഡിയാക് മസിലാണോ അതോ സ്ട്രയേറ്റഡ് ആണോ എന്ന് നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. കാരണം മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുന്ന സമയത്ത് എല്ലാം ഒരുപോലൊക്കെ തന്നെ ഇരിക്കുന്നു. പിങ്ക് കളറാകുമ്പോൾ എല്ലാം ഒരുപോലൊക്കെ തന്നെ തോന്നും. അതുകൊണ്ട് അതെനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു. പക്ഷേ കാർഡിയാക്ക് എഴുതി. ഓക്കെ, കാർഡിയാക്ക് കറക്റ്റായിരുന്നു. ടെസ്റ്റിൻ്റെത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. TSF ടെസ്റ്റസ് നോക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ ചീക്കപ്പത്തിയിലും ആണെങ്കിൽ ഞാൻ കൊണ്ടുപോയി മൈക്രോസ്കോപ്പിൽ നോക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് സെല്ലൊക്കെ ഉള്ളൂ, ഒരുപാട് സെല്ലൊന്നുമില്ല, കുറച്ച് സെല്ലേ ഉള്ളൂ. അപ്പം ബ്ലഡ് സ്മിയർ ആയിരിക്കും അടുത്ത നമുക്ക് തോന്നുന്നു. അടുത്ത ബാച്ചിന് എന്തോ ചെയ്യിപ്പിച്ചെന്നൊന്നും അറിയത്തില്ല, അവർക്കും ചീക്കപ്പത്തിയിലും തന്നെ ആയിരിക്കും. അപ്പം പിന്നെ ഈ ബ്ലഡ് സ്മിയർ ചെയ്താലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാങ്സെറ്റ് വെച്ച് കൈ കുത്തി കഴിയുമ്പോൾ 2 ദിവസത്തേക്ക് പിന്നെ വിരൽ ഭയങ്കര വേദനയാണ്. അത് നിങ്ങൾക്ക് ചെയ്തിട്ട് അങ്ങനെ വല്ലതും ഉണ്ടെന്ന് പറയണേ. എനിക്ക് കുത്താൻ അറിയാത്തതുകൊണ്ടാണോ എന്നറിയത്തില്ല, ഞാൻ 2 കുത്തു കുത്തി, 1-2 കുത്തു കുത്തി. എന്നിട്ട് ആ വിരലുടെ അറ്റം ഭയങ്കര വേദനയായിരുന്നു 2 ദിവസത്തേക്ക്. എന്താണോ ഈ ഫൈനൽ എക്സാമിന് അങ്ങനെ ചീക്കപ്പറ്റിയില്ലേ മതിയെന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന. ബ്ലഡ് എടുക്കുന്ന സമയം തന്നെ കുറേ സമയം പോകും, ഇങ്ങനെ നോക്കിയിരിക്കും, കുത്തണോ എന്ന് ഇങ്ങനെ വിചാരിച്ചിങ്ങനെ. പിന്നെ സ്മിയർ ചെയ്ത സമയത്ത് എനിക്ക് ലാബ് വെച്ച് സ്മിയർ ചെയ്തപ്പോൾ എൻ്റെ സ്മിയർ അങ്ങോട്ട് ശരിയായില്ല. നമ്മൾ ആ സമയത്ത് ആ ടൈമിങ്ങിന് പെട്ടെന്ന് അങ്ങ് സ്പ്രെഡ് ചെയ്യണ്ടേ, അപ്പോൾ സ്പ്രെഡ് ചെയ്ത സമയത്ത് എൻ്റെ ഫുള്ളായിട്ട് സ്പ്രെഡൊന്നും ആയില്ല. അപ്പം എനിക്ക് ചീക്കപ്പത്തിയിലുമാണ് കുറച്ചുകൂടെ വന്നാൽ കൊള്ളാമെന്നുള്ളത്. പിന്നെ അപ്പോൾ എന്താ, ലാബിൻ്റെ ഇത്രയൊക്കെ തന്നെയാണ്. പിന്നെ ഈ വലിയ ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല കേട്ടോ, അത് കയറി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. നമുക്കിതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് ടെൻഷൻ വരുന്നത്. പക്ഷേ ഒരു ടെൻഷനും അടിക്കേണ്ട കാര്യമില്ല. അത്യാവശ്യം പഠിച്ചിട്ട് പോയ ഒരാൾക്ക് നല്ല രീതിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഫിസിക്സിൻ്റെ കേസിൽ ആ ഒരു കാൽക്കുലേഷൻസ് മാത്രമേ ഉള്ളത്, അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ മറ്റേ നമ്മൾ മാത്സിൻ്റെ ലാബ് ചെയ്യുന്ന സമയത്ത് ഒരു എലിപ്സിൻ്റെ ഉണ്ടല്ലോ, ഏരിയ ബൗണ്ടഡ് ബൈ എലിപ്സ്, അത് കണ്ടുപിടിക്കുന്ന സമയത്ത് എലിപ്സിൻ്റെതായതുകൊണ്ട് 2 വെച്ച് ഇൻറ്റു ചെയ്യാൻ മറക്കരുത്. മുകളിലത്തെ എത്രയും ഭാഗത്തിൻ്റെ മാത്രമേ വരുന്നുള്ളെങ്കിൽ 2 വെച്ച് ഇൻറ്റു ചെയ്യാൻ മറക്കരുത്. അതുപോലെ എലിപ്സിൻ്റെ ആ ഒരു ഹാഫ് എലിപ്സ് ഉണ്ടല്ലോ, അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റും എൻഡ് പോയിൻറ്റും എക്സ് ആക്സസിൽ ഏതാണോ വരുന്നത് അത് വേണം അതിന് ലിമിറ്റായിട്ട് കൊടുക്കാൻ. എനിക്ക് എലിപ്സ് ചെയ്ത സമയത്ത് -4 ആണ്. അപ്പം നമ്മൾ ഇൻ്റഗ്രൽ F, -4, അങ്ങനെയാണ് ഇടാൻ. അതാ ഫംഗ്ഷൻ നമ്മൾ ആ ഒരു ഏരിയ ബൗണ്ടഡ് ആ ഒരു ഏരിയയുടെ ഒന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ഈ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടും. അങ്ങനെ ചെയ്താൽ മാത്രമേ കറക്റ്റ് ഏരിയ കിട്ടത്തുള്ളൂ. അത് എലിപ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും സർക്കിളൊക്കെ ആണെങ്കിലും ഇൻറ്റു ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ പ്രാക്ടിക്കൽ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് തിയറിയുടെ കാര്യത്തിലേക്ക് വരാം. ഇന്ന് ഇപ്പം 19-ാം തീയതിയായി. ഒന്ന് ആലോചിച്ച് നോക്കി, 17-ാം തീയതി അടുത്ത മാസം ആകുമ്പോൾ നമുക്ക് മോഡൽ എക്സാമാണ്. പിന്നെ എന്തുണ്ട് സമയം? ഈ 22-ാം തീയതി ആകുമ്പോൾ പ്രാക്ടിക്കൽ തുടങ്ങും. പ്രാക്ടിക്കലി മോഡൽ പഠിച്ച് ചെയ്ത അത്യാവശ്യം ആൾക്കാർക്കൊക്കെ ഇനി പ്രാക്ടിക്കലിൻ്റെ അതൊന്ന് റിവൈസ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരിക്കത്തുള്ളൂ. എനിക്ക് ജസ്റ്റ് അതൊന്ന് ഓടിച്ചിട്ടാൽ മതി. പക്ഷേ അല്ലാത്തവർക്കാണ് അത് വീണ്ടും പഠിക്കാനുള്ളത്. അതുകൊണ്ട് ഈ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾ ഒരുപാട് ഇനി പ്രാക്ടിക്കലിന് വേണ്ടിയിട്ട് സമയം കളയാത്തതായിരിക്കും നല്ലത്. കാരണം തിയറിക്ക് ഇനി വളരെ സമയം കുറവ്, ഒരു 30 ദിവസം പോലും ഇല്ലല്ലോ ഇനി. വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അപ്പോൾ ഉള്ള സമയം കൊണ്ട് പഠിച്ച് തീർക്കാനുള്ളത് പഠിച്ച് തീർത്തിട്ട്, അല്ലാത്തവരാണെങ്കിൽ റിവൈസ് ചെയ്യാൻ നോക്കി. എനിക്കിപ്പം റിവൈസ് ചെയ്യാൻ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ട്. ആദ്യം തൊട്ട് നമ്മൾ ഒന്നുകൂടെ നോക്കി വരണ്ടേ എക്സാം എടുക്കുന്ന സമയമാകുമ്പോൾ. പിന്നെ മോഡൽ എക്സാമിൻ്റെ ടൈം ടേബിൾ നിങ്ങൾ കണ്ടല്ലോ, ഇഷ്ടംപോലെ സമയമൊന്നും ഇല്ല. ഓരോ ദിവസം അടുപ്പിച്ചൊക്കെയാണ്. അപ്പോൾ പിന്നെ ലാംഗ്വേജും ഇംഗ്ലീഷും ഒക്കെ ആണ് ഒറ്റ ദിവസമൊക്കെയാണ്. അതുകൊണ്ട് വളരെ ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ഷെഡ്യൂളാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് ഇനി സമയം തീരെ കളയാനില്ല. നമ്മൾ ഇത്രയും നാൾ എക്സ്ക്യൂസസ് പറഞ്ഞ് സമയം കളഞ്ഞോട്ടല്ല, ഇനി പഠിച്ചില്ലെങ്കിൽ ഒന്നും നടക്കുന്ന കാര്യമില്ല. പിന്നെ മാത്രമല്ല, 10th-ലെയോ +1-ലെയോ എക്സാം പോലെ അല്ലല്ലോ +2-ൻ്റെ എക്സാം. +1-ലാണെങ്കിൽ നമുക്ക് ഒരു സിംഗിൾ ഒരാൾ മാത്രമേ വാല്യൂ ചെയ്യത്തുള്ളൂ. പക്ഷേ ഇതിൽ വരുമ്പോൾ ഡബിൾ വാല്യൂഷനൊക്കെ ഉണ്ട്. അതുകൊണ്ട് കറക്റ്റ് പോയിൻ്റ് ഉള്ളതിനൊക്കെ മാർക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ എല്ലാം കറക്റ്റായിട്ട് പഠിച്ച് ക്ലിയർ ചെയ്തിട്ട് വേണം പോകാൻ. +1-ലാണെങ്കിൽ ഒരു ടീച്ചറെ നോക്കുന്നുള്ളൂ. അപ്പം ആ ടീച്ചറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നോക്കുന്നത്. പക്ഷേ ഇത് 2 ടീച്ചേഴ്സ് നോക്കുന്നതുകൊണ്ട് വളരെ ടൈറ്റായിട്ടായിരിക്കും. പോയിൻറ്റ്സ് ഉള്ളതിന് മാത്രമേ ഒരുപക്ഷെ മാർക്ക് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് ബയോളജി ആണെങ്കിലും ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ഒക്കെ ആണെങ്കിലും നന്നായിട്ട് പഠിച്ചിട്ട് വേണം ഇനി പോകാൻ.
അപ്പം ടെൻഷനൊന്നും അടിക്കണ്ട. ടെൻഷൻ അടിച്ചെന്ന് പറഞ്ഞാൽ കുറേ സമയം പോകും. അതുപോലെ നമ്മൾ പഠിക്കാതെ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നതിൽ ഒരുപാട് സമയം പോകും. പിന്നെ അത് നമ്മൾ ലാസ്റ്റ് റിഗ്രറ്റ് ചെയ്യും. ഈശ്വര, ആ സമയം നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതെനിക്ക് ആ സമയം ഒന്ന് തിരിച്ചു കിട്ടിയിരുന്നെങ്കിലും തോന്നും. പക്ഷേ സമയം ആർക്കും വേണ്ടി വെയിറ്റ് ചെയ്യത്തില്ലെന്ന് കേട്ടിട്ടില്ലേ? ടൈം ആൻഡ് ടൈഡ് വെയിറ്റ്സ് ഫോർ നൺ എന്നാണ്. അപ്പം ആർക്കും വേണ്ടി അത് വെയിറ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പം നമ്മളത് കളയാതെ ഉപയോഗിക്കണം. ഇപ്പോൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സെക്കൻഡ് പോലും തിരിച്ചു കിട്ടത്തില്ല എന്ന് ആലോചിക്കണം. ആ ഒരു സെക്കൻഡും നമുക്ക് ലാസ്റ്റ് വാല്യുബിളായിട്ട് തോന്നി റിഗ്രറ്റ് ചെയ്യരുത്, അത്രേ ഉള്ളൂ. അപ്പം എല്ലാവരുടെയും പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? എൻ്റെത് അത്യാവശ്യം ഓക്കെ ആയിട്ട് പോകുന്നു. എനിക്ക് ചെറിയ 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 ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതല്ലാതെ കുഴപ്പമൊന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം ആകുമ്പോൾ തീർച്ചയായും ഹെൽത്ത് ഇഷ്യൂസ് പറന്നു വരും എവിടുന്നേലുമൊക്കെ. പിന്നെ എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കൈക്ക് നല്ല വേദന ഉണ്ടെന്ന്. അപ്പോൾ ഇപ്പോഴും കൈയുടെ മുട്ടിന് താഴോട്ട് ഒരു ലിമിറ്റിൽ കൂടുതൽ നമ്മൾ എഴുതുന്ന സമയത്ത് നല്ല വേദന എടുക്കും. അപ്പോൾ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോൾ പറഞ്ഞു ബോൺസിൻ്റെ ഇടയ്ക്ക് ബോൺസിനൊക്കെയാണ് വേദന, മസിലിനെക്കാട്ടി കൂടുതൽ. അപ്പം ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പം പറഞ്ഞു വൈറ്റമിൻ ഡിയുടെ കുറവാണെന്ന് പറഞ്ഞു. അപ്പം അതിനുള്ള ഗുളിക കഴിക്കുന്നുണ്ട് ഇപ്പം. അങ്ങനെ പിന്നെ ബാമും ഓയിൻമെൻറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇട്ട് ഇതൊക്കെ തന്നെ. പിന്നെ ഈ അതുകൊണ്ടാണ് ഈ ഒരുപാട് ലിമിറ്റിൽ കൂടുതൽ എഴുതാൻ പറ്റത്തില്ല, അതാണ് വിഷയം. അപ്പോൾ നമുക്ക് ഈ ഡെറിവേഷനൊക്കെ ആണെങ്കിലും കെമിസ്ട്രി ഒക്കെ ആണെങ്കിലും എല്ലാം നമുക്ക് എഴുതി പഠിക്കാനല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാനിപ്പോൾ വായിച്ചുള്ള പഠിത്തമാണ് കൂടുതൽ. അത് എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും ഒരു ഉറപ്പുമില്ല. അല്ലെങ്കിലും എനിക്ക് പബ്ലിക് എക്സാമിന് സമയമാകുമ്പം എല്ലാ വർഷവും ഇപ്പോൾ 10th-ലും +1-ലും ഇപ്പോൾ +2-ലും എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ അല്ലെങ്കിൽ കണ്ടീഷൻസൊക്കെ വരും. 10th-ലാണെങ്കിൽ ഒരു വൈറൽ ഫീവർ ഉണ്ടായിരുന്നു. +1-ലാണെങ്കിൽ എനിക്ക് തലകറക്കം, BP പെട്ടെന്ന് കുറഞ്ഞ്, അങ്ങനെ തലവേദന, അങ്ങനെ മൈഗ്രെയിൻ്റെ പ്രശ്നം, ഒരുമാതിരി സ്ട്രെസ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം അതാണ്ടിത്. അപ്പം എന്തെങ്കിലുമൊക്കെ കാണും. അപ്പം അതിനെ നമ്മൾ ഓവർകം ചെയ്യാനുള്ള ഒരു ഇതാണ്. അത് ചെയ്താലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. എല്ലാത്തിനും ഒരു ബാരിയർ ഇടയ്ക്ക് വരും. നമ്മളതിനെ ഓവർകം ചെയ്ത് പോകണം എന്നുള്ളതാണ് സംഭവം. അപ്പം ഇതും പോകും. അതുകൊണ്ട് ഞാനിപ്പോൾ അത് വലിയ മൈൻഡ് ചെയ്യുന്നില്ല. എന്നാലും വേദന വരുമ്പോഴാണ് കുഴപ്പം. മിക്കവാറും രാത്രിയാണ് ഞാൻ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്ന ഒരാൾക്കറിയാം, ഞാൻ കൂടുതലും രാത്രി ഇരുന്നാണ് പഠിക്കുന്നത്, രാവിലെ തന്നെ കാട്ടിലും. അപ്പം 2 ദിവസം കൊണ്ട് ഇപ്പം പ്രാക്ടിക്കൽ ആയതുകൊണ്ട് രാവിലെയും രാത്രി ഇരിക്കുന്നുണ്ട്. വെളുപ്പിനെ എണീക്കും, രാത്രി താമസിച്ചിരിക്കും. അതുകൊണ്ടാകുമ്പോൾ തലവേദന, കണ്ണീന്ന് ഒരുമാതിരി ചൂട് പറക്കുന്നതൊക്കെ തോന്നും. തലവേദന അതൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് മൊത്തത്തിൽ ഒരുമാതിരി ഒരു അവസ്ഥയാണ്. പിന്നെ ഈ ഇന്നലെ കിടന്ന് ഞാൻ ഉറങ്ങി. ഇന്നലെ ഞാൻ പ്രാക്ടിക്കൽ കഴിഞ്ഞ് വന്ന് പഠിക്കാനൊന്നും നിന്നില്ല. ഞാൻ നല്ലൊരു ഉറക്കം പാസ്സാക്കി. ഇന്ന് രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോഴാണ് ഒരു ആശ്വാസമുള്ളത്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇനിയും സമയം കളയാൻ തീരെയില്ല. ഇനി ഉറങ്ങിക്കളയാനോ ഒന്നിനും സമയമില്ല. ഞാനിപ്പം അത്യാവശ്യം ഓരോ ചാപ്റ്റേഴ്സ് ഇങ്ങനെ റിവൈസ് ചെയ്ത് വരുവാണ്. ആദ്യം തൊട്ടേ നമ്മളിപ്പോൾ ഈ ലാസ്റ്റുള്ള ചാപ്റ്റേഴ്സ് പഠിച്ച് അവസാനം ആദ്യത്തെ ചാപ്റ്റേഴ്സൊക്കെ അങ്ങ് മറന്നു പോകും. ആദ്യത്തെ ഒന്ന് പൊടി തട്ടി വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റത്തെ ചാപ്റ്ററിനാണ് വെയിറ്റേജ് ഒക്കെ കൂടുതൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ അത് ലാസ്റ്റ് സമയത്തേക്ക് ഇച്ചിരി ഒന്ന് നോക്കണം. ഈ ആദ്യത്തെ ഒക്കെ ഇങ്ങനെ പതുക്കെ പൊടി തട്ടി എടുത്തുകൊണ്ടിരിക്കും, ഇല്ലെങ്കിൽ അത് മൊത്തം അങ്ങ് മറന്നു പോകും. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, അതുകൊണ്ട്. അപ്പം നിങ്ങളുടെ പ്രിപ്പറേഷൻസൊക്കെ എവിടം വരെയായി? ബോർഡ് എക്സാമിന് വേണ്ടിയിട്ട്, മോഡൽ എക്സാമിനൊക്കെ വേണ്ടിയിട്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. ചിലപ്പം ചാപ്റ്റേഴ്സൊക്കെ പഠിച്ച് തീർന്നവരുണ്ടായിരിക്കും, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടായിരിക്കും, ഒന്നുമേ പഠിക്കാത്തവരുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും കാണുമല്ലോ. അപ്പം എൻ്റെ ഇപ്പോൾ ഒരു പകുതി വെയിലെത്തി നിൽക്കുവാണ്, കംപ്ലീറ്റ് ആയിട്ടില്ല എങ്കിൽ പോലും. ആദ്യം തൊട്ട് ഇനി ഒരു റിവിഷൻ ഉണ്ട്. ലാസ്റ്റ് 1-2 ചാപ്റ്റേഴ്സ് ഇങ്ങനെ ചില വലിയ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, അത് അങ്ങോട്ട് പഠിച്ചിട്ട് തലേ കയറാത്ത ചില ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഒന്നുകൂടെ പഠിച്ചിട്ട് വേണം റിവിഷൻ സ്റ്റാർട്ട് ചെയ്യാൻ. അത് ഈ 2-3 ദിവസം കൊണ്ട് എനിക്ക് പഠിച്ച് തീർക്കണം. പിന്നെ ഞാൻ പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. കുറച്ച് സമയം, ഒരു ഡെയിലി ഒരു പ്രാക്ടിക്കലിൻ്റെ തലേന്ന് ഒരു 3-4 മണിക്കൂർ അതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതല്ലാതെ ഞാൻ ഡേ മൊത്തം കളയാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. ഇല്ലെങ്കിൽ പോർഷൻസ് അങ്ങോട്ട് തീരത്തില്ല, തിയറി ഫ്ലോപ്പായിപ്പോൾ. അതുകൊണ്ട് അപ്പം ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.